മല്ലു ട്രോൾസ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ 7-8 മണിക്കൂർ കൊണ്ടിട്ട 2-3 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും ആദ്യം ഇപ്പോൾ കിടക്കുന്നത് പാർവതി പറഞ്ഞേക്കുന്നത് ഹീ റേപ്ഡ് മീ എന്നൊക്കെ പറഞ്ഞിട്ടൊരു തമ്മനയിൽ ഇട്ടേക്കുന്നു. രണ്ടാമത് ഇട്ടേക്കുന്നത് മമ്മൂട്ടി ഇത്തരക്കാരനായിരുന്നു വെച്ചൊരു വീഡിയോ, ട്രോൾ വീഡിയോ. മൂന്നാമത് ഇട്ടേക്കുന്ന മോഹൻലാലാണ് ആ 17 റീടേക്ക് എടുത്ത് കെട്ടിപ്പിടിക്കാൻ വേണ്ടി എടുത്ത നടൻ എന്നുള്ള രീതിയിലുള്ള ട്രോൾ വീഡിയോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇടുന്ന ഒരു മാനസിക രോഗിയുടെ ചാനലാണ് മല്ലു ട്രോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ ആ വീഡിയോ ഒന്ന് എടുത്തു നോക്കാം, പാർവതിയുടേത്. അതിനകത്ത് എന്താണ് കാണിച്ചിരിക്കുന്നത്? ലൈംഗികമായി പീഡിപ്പിച്ചു, രാത്രി മുഴുവൻ പീഡിപ്പിച്ചു, വഴങ്ങത്തോടെ സിനിമകളില്ലാതായി, ഹീ റേപ്ഡ് മീ എന്നൊക്കെ പറയുകയാണ് പുള്ളിയുടെ തംബ്നെയിലും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത്, പാർവതി തിരുവോത്ത് പറഞ്ഞതായിട്ട്. ഇനി അവൻ്റെ വീഡിയോക്കകത്ത് എന്താണ് പറയുന്നത് നോക്കാം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്. Sexually harassed by my colleagues? Yeah, I have. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. വഴിയിലെങ്ങാനും കമ്പയിൽ ഒരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ. But I'm not saying that to അവരെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അല്ല. I'm saying that because ഇത് റെഗുലർ ആയിട്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയുകയാണ്. ഇവിടെ സെക്ഷലി ഹരാസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവൻ്റെ തംബ്നെയിൽ കണ്ട പോലെ ഹീ റേപ്ഡ് മീന്നോ അല്ലെങ്കിൽ അതുകൊണ്ടാണ് സിനിമ നഷ്ടപ്പെട്ടതെന്നോ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നില്ല. സെക്ഷലി ഹരാസ് ചെയ്യുകയും റേപ്പ് ചെയ്യുന്നുള്ളതിനും അങ്ങേയറ്റം രണ്ടർത്ഥമാണുള്ളത്. അതുപോലും മനസ്സിലാക്കാതെ ചുമ്മാ വ്യൂസിന് വേണ്ടി ഇങ്ങനെ തംബ്നെയിലിട്ട് ആൾക്കാരെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ മല്ലു ട്രോൾസ് എന്ന് പറയുന്നത്. ഇവിടെ തംബ്നെയിൽ കൊടുത്ത ആ ഒരു ഫോട്ടോയും ഇതിൻ്റെ കണ്ടൻറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ മമ്മൂട്ടിയുടെ കാര്യത്തിൽ മമ്മൂട്ടി ഇത്രയ്ക്ക് ചീപ്പായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ ആ വീഡിയോ കണ്ടാലറിയാം, ചോദിച്ചവനും കുഴപ്പമില്ല, ചോദ്യം കേട്ടവർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവനൊക്കെയാണ് കുഴപ്പം. തെർമൽസും ഒരു ഇന്നറാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു പോങ്ങനാണ് ഈ മല്ലു ട്രോൾസ്. ഈ രണ്ടുപേര് ഇന്നർ കേട്ടാ വന്നിരിക്കുന്നത് ഇന്നർ. അടുത്തത് മോഹൻലാലിൻ്റെ 17 പ്രാവശ്യം റീടേക്ക് എടുപ്പിച്ച ആ നടൻ മോഹൻലാൽ ആണ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ തംബ്നെയിൽ. ഇവരിട്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ ഒരു റീടേക്ക് മോഹൻലാൽ ചെയ്യുന്നുണ്ട്, ഒരെണ്ണം. ആ ഒരെണ്ണം ഒരു സ്ത്രീ ആയിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് ഇവൻ തന്നെ അങ്ങ് വിചാരിച്ചിരിക്കുകയാണ് ആ 17 പ്രാവശ്യവും റീടേക്ക് എടുപ്പിച്ച നടൻ മോഹൻലാലാണ് എന്നുള്ളത്. അതിന് അവനിട്ടേക്കുന്ന തമ്മിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മീര ജാസ്മിൻ പെട്ടുപോയി, മീര ജാസ്മിനാണ് ആ നടി എന്ന രീതിയിൽ. പാശ്ചാത്യ സംസ്കാരം ലണ്ടനിൽ നിന്ന് വരികയാണോ? എന്റെ രീതി ഇങ്ങനെയാ. മുതലെടുക്കണേണ സജി കുതിയുണ്ടാടാ. എടാ വാണമേ, സിനിമയിൽ റീടേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊരു ഇങ്ങനൊരു സീൻ ഒരു റീടേക്ക് എടുത്തെന്ന് വെച്ചാൽ ഇത് എത്ര മോശമായിട്ട് പുള്ളിയൊക്കെ 17 റീടേക്ക് എടുത്ത കാവപ്രാന്തം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന നിൻ്റെയൊക്കെ ഒരു മൈൻഡ്.